ഞാൻ തീർച്ചയായും ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത അഴിയണം. അത് ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് നാട്ടുകാരിൽ ഒരു വിഭാഗമാണ് രംഗത്തെത്തിയത്. ഈ പരാതിയിൽ എന്തായിരുന്നു പറഞ്ഞത്? പ്രത്യേകിച്ചും കുടുംബത്തിനെതിരെയാണല്ലോ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ നാട്ടുകാരുടെ ആക്ഷേപം എന്താണ്? ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നതിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൊലപാതകമോ മറ്റോ നടന്നു എന്നാണോ അവർ ഉന്നയിക്കുന്നത്? എന്താണ് ഈ നാട്ടുകാരുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ഡാൻ, രണ്ട് വ്യക്തികളാണ് ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി, നെയ്യാറ്റിങ്കര പോലീസിന് പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്ന കാര്യം, തൊട്ട് അടുത്തുള്ള അയൽവാസി പോലും ഇങ്ങനെയൊരു മരണം സംഭവിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്നാണ്. അദ്ദേഹം കുറച്ചധികം നാളുകളായി ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു. ഒരു 5-6 മാസമായി നാട്ടുകാരുമായി ഒരു തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ ഈ അച്ഛൻ സമാധിയായി, ഗോപൻ സ്വാമി സമാധിയായത് കാണിച്ചുകൊണ്ട് പുറത്ത് ഇവർ ഒരു ബോർഡ് വെക്കുകയായിരുന്നു. അതാണ് അവിടെ തൊട്ടാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. എന്തുകൊണ്ട് അത് അറിയിച്ചില്ല? ഡോക്ടർമാർ ഉറപ്പുവരുത്തിയോ? മരണം സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിച്ച കാര്യം മറ്റുള്ളവരെ അറിയിക്കാതിരുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങളാണ് ആരോപണമായി പരാതിയിൽ പരാമർശിച്ച് പോലീസിന് നൽകിയത്. പക്ഷേ ഇതിന് ഈ മക്കളടക്കം നൽകിയ മറുപടി, ഗോപൻ സ്വാമി തന്നെ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സമാധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടരുത്, ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് ശേഷം മാത്രമേ ഈ സമാധി പീഠത്തിൽ അദ്ദേഹത്തെ ഇരുത്തി അത് മുഴുവൻ ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രമേ ഇക്കാര്യം പുറം ലോകത്തെ അറിയിക്കാവൂ എന്ന് അച്ഛൻ തന്നെ അറിയിച്ചിരുന്നു എന്നാണ് മക്കളെതിരെ നൽകിയ വിശദീകരണം. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്ന് പരിശോധിക്കണം എന്നൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് തന്നെ ജില്ലാ ഭരണകൂടത്തെ, ജില്ലാ കളക്ടറെ അറിയിച്ചത്. ജില്ലാ കളക്ടർ സബ് കളക്ടർക്ക് ഈ പരാതി കൈമാറുകയായിരുന്നു. തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇത് സമാധി സ്ഥലം, എനിക്ക് പിന്നിൽ കാണുന്ന സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്തുക എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. പക്ഷേ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് സമീപത്തെ ഉടലെടുത്തത്. വലിയ മുദ്രാവാക്യം വിളികളുണ്ടാകുന്നു. സംഘടനകളുടെ ആളുകൾ ഈ സ്ഥലത്തിന് ചുറ്റും തടിച്ചുകൂടുന്നു. സമാധി സ്ഥലം പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് നിലപാട് സ്വീകരിക്കുന്നു. അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയും പോലീസുമായുള്ളൊരു നേർക്കുനേർ വാക്കേറ്റത്തിലേക്ക് വരെ കടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അവർ അറിയിച്ചത്. തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണറും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഒരു സമാധാന ചർച്ച നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ നടത്തുക. ആ സ്റ്റേഷനിൽ നടത്തുന്ന ചർച്ചയ്ക്കൊടുവിൽ മാത്രം ഇത് പൊളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതി എന്നൊരു തീരുമാനം കൈക്കൊണ്ട് ഇവിടെ നിന്ന് അവർ പിരിയുകയായിരുന്നു. അല്പസമയം മുമ്പ് ഇങ്ങനെ സമാധാനപരമായ ഒരു സാഹചര്യമായിരുന്നില്ല. ഇവിടെ വലിയ മുദ്രാവാക്യം വിളികളായിരുന്നു, വലിയ വാക്കേറ്റങ്ങൾ നടക്കുകയായിരുന്നു ചേരി തിരിഞ്ഞുകൊണ്ട്. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഈ സമാധാന ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം സബ് കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ ചർച്ച അല്പസമയത്തിനകം നെയ്യാറ്റിങ്കര പോലീസ് ഇപ്പോൾ എന്തായാലും സമാധാന ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് പോലീസിനെ സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കണം, പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കണം, അതിന് ഈ സമാധി സ്ഥലം പൊളിക്കണം. അത് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നം വരെ ഉണ്ടാക്കാം. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഇവരെ അനുനയിപ്പിക്കാതെ ഒരു നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ ചർച്ചയ്ക്ക് ശേഷം ഇവരെ ഈ പ്രതിഷേധക്കാരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ? ഡാൻ, ഞാൻ ആദ്യം തന്നെ അക്കാര്യമാണ് വ്യക്തമാക്കിയത്. നോട്ടീസ് നൽകാതെ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് ഈ സംഘടനയുടെ പ്രതിനിധികൾ ഉറച്ചു നിൽക്കുന്നത്. അവർ പോലീസിനെ അക്കാര്യം അറിയിച്ചിട്ടുണ്ട്, ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നോട്ടീസ് നൽകണമെന്ന കാര്യം അല്പസമയത്തിനകം തീരുമാനിക്കും. അങ്ങനെ നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര സമയത്തിനകം ഇത് പൊളിച്ചു മാറ്റും, പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുമെന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ചർച്ചകളൊക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ ഉണ്ടായ ഒരു തർക്കങ്ങളുടെയും ഒരു ക്രമസമാധാന പ്രശ്നങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയില്ല. അത് ഇവിടെ ഈ പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ചർച്ചകൾ നടത്തി ഒരു സമാധാനപരമായ ഒരു സമവായ നീക്കം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. വൈകാതെ തന്നെ ആ കാര്യത്തെക്കുറിച്ചൊരു ധാരണ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഡാൻ, ഇപ്പോൾ ചർച്ച അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? കാരണം നമുക്കറിയണം, ഈ പ്രതിഷേധക്കാരുടെ ഈ കുടുംബത്തിന്റെയും അതോടൊപ്പം നാട്ടുകാരിലെ ഒരു വിഭാഗത്തിന്റെയും ആവശ്യം
സമാധി പൊളിക്കാൻ സാധിക്കില്ല, അനുവദിക്കില്ല. കാരണം അത് വിശ്വാസപരമായിട്ടുള്ള കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഈ പരാതിക്കാർ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? ഞാനിപ്പോൾ നിൽക്കുന്നത് സമാധി സ്ഥലത്താണ്. ഈ ചർച്ച നടക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ചർച്ച തുടങ്ങാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയവർ പോലീസ് നോട്ടീസ് നൽകാതെ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടന്നതിലുള്ള അവരുടെ അമർഷം പോലീസിനെ അറിയിക്കും, സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കും. അതിനുശേഷം ഇത് തുറന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുടെ പ്രതിഷേധവും അവരുടെ ഭാഗവും പോലീസ് കേൾക്കും. അതിനുശേഷമായിരിക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ എന്ത് തീരുമാനം എടുക്കണം, ഇത് എപ്പോൾ തുറന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിലേക്ക് ഒരു അന്തിമമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി വിശദമായ ഒരു ചർച്ച ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുക. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടാകുകയുള്ളൂ. രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത്. പോലീസിന് ഈ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ഈ സമാധി സ്ഥലം തുറന്ന് പരിശോധിക്കുക, അതല്ല എങ്കിൽ ഇതിന്റെ സാഹചര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം സ്ഥലം തുറന്ന് പരിശോധിക്കുക. ഇതിൽ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെക്കാത്ത തരത്തിൽ എല്ലാവരെയും ഇതിന്റെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം നോട്ടീസ് നൽകിക്കൊണ്ട് ഈ സ്ഥലം തുറന്ന് പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കല്ലറ പൊളിക്കാൻ സബ് കളക്ടർ അനുമതി നൽകിയെങ്കിലും എതിർപ്പുമായി ഗോപൻ സ്വാമിയുടെ കുടുംബവും നാട്ടുകാരിൽ ഒരു വിഭാഗവും രംഗത്തെത്തിയിരുന്നു. ഇത് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്, സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഒരു സംഘം സംഘടിച്ചെത്തിയത്. പിന്നീട് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പോലീസിനെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ ഈ കുടുംബവും അതോടൊപ്പം പരാതിക്കാരെയും നാട്ടുകാരുടെ ഒരു വിഭാഗത്തെയും പോലീസ് അനുനയ ചർച്ചയ്ക്ക് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാവുക. പോലീസിനെ സംബന്ധിച്ച്, ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവർ പ്രകോപിതരാകാനുള്ള കാരണം പോലീസ് യാതൊരു നോട്ടീസും നൽകാതെ ഇത്തരമൊരു നടപടികളിലേക്ക് കടന്നത് തന്നെയാണ്. പക്ഷേ ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണം. മരണത്തിൽ ദുരൂഹതയുണ്ട്, ചില കുടുംബത്തിനെതിരെ ആരോപണമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസിന് നടപടികളിലേക്ക് കടക്കുന്നത്. അതായത് ഇതിൽ ദുരൂഹത നീക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കണം. എന്തായാലും ഇപ്പോൾ ചർച്ച ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പോലീസ് എന്ത് നടപടി സ്വീകരിക്കണം. ഈ പോസ്റ്റ്മോർട്ടത്തിനായി ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഈ സമാധി സ്ഥലത്തു നിന്നും പുറത്തെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ.